ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് OnePlus 10 Proയുടെ ഒരു ക്യാമറ റിവ്യൂ വീഡിയോ ആണ്. സോ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ OnePlus 9Tയുടെ ക്യാമറ റിവ്യൂ വീഡിയോയും അതോടൊപ്പം 9 Proയുടെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടധികം ആൾക്കാരും 10 Proയുടെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ OnePlus 10 Proയുടെ ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlusന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്ത OnePlus 10 Pro. സോ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 48 MP പ്ലസ് 50 MP പ്ലസ് 8 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു 32 MP ക്യാമറയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത നേച്ചർ, അതായത് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്തെടുത്ത കളർ ഗ്രേഡിങ്ങിലെടുത്തൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. സോ ഇത് നോർമൽ നമ്മളെടുത്തൊരു ഫോട്ടോയും അതോടൊപ്പം കളർ ഗ്രേഡ്, അതായത് ഫിൽറ്റർ ഇട്ടെടുത്തൊരു ഫോട്ടോയാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിലാവുമായിരിക്കും. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോട്ടോസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാസൽബ്ലാഡോടുള്ള കൊളാബറേഷനിലുള്ള ഒരു ക്യാമറയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന OnePlus 9Tയിലും 9 Proയിലും 9 സീരീസിലുള്ള എല്ലാ ഡിസിയിലും കൊണ്ടുവന്ന ഒരു സെയിം ക്യാമറ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള കളർ ഗ്രേഡിലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് അൾട്രാ വൈഡ് മോഡ്, പിന്നെ ഇതിൻ്റെ പ്രൈമറി സെൻസർ, സൂംഡ് ഫോട്ടോസ് അതെല്ലാം നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്മാർട്ട് ഫോണിലെടുത്ത പ്രൈമറി ഫോട്ടോസാണ്. സോ ഇത് നമ്മുടെ സ്മാർട്ട് ഫോണിലെടുത്ത പ്രൈമറിയിലോട്ടുള്ള ഫോട്ടോസാണ്. ഈ ഒരു രണ്ട് ഫോട്ടോസ് നിങ്ങൾ കാണാനായിട്ട് മനസ്സിലാവും നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈമറിൽ എടുത്ത രണ്ട് ഫോട്ടോസാണ്. അതോടൊപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സാച്ചുറേറ്റഡ്, നല്ല ഡീറ്റെയിലിംഗും കൊണ്ടുവന്നിട്ടുള്ളൊരു ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് ഇന്ത്യൻ മണി കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 62-63 സംതിങ് ആണ് വരുന്നത്. എനിക്ക് അറിയില്ല. സോ ഇതിനകത്ത് എടുക്കുന്ന അൾട്രാ വൈഡ് ഷോട്ട് ഇങ്ങനെ ഇരിക്കും. അതോടൊപ്പം ഇതിനകത്ത് എടുക്കുന്ന സൂംഡ് ഷോട്ടിനും നല്ല രീതിയിലുള്ള ക്ലാരിറ്റി തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ബട്ട് സൂമിഡിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റിയിൽ അവിടെ ഇവിടെ പോകുന്നുണ്ട്. സൂമിങ്ങിൻ്റെ കാര്യമാണ് പറയേണ്ട ആവശ്യമില്ല. അൾട്രാ വൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫോട്ടോസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ സ്കൈയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ആൻഡ് സൂംഡ് ഫോട്ടോസ് പറയേണ്ട കാര്യമില്ല, എന്തായാലും ക്വാളിറ്റി ലോസ് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത അൾട്രാ വൈഡും സൂംഡ് ഫോട്ടോസ് നിങ്ങൾ കണ്ടു കാണും. സോ ഇനി നിങ്ങൾ പറയുക ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. സോ ഞാൻ നമ്മുടെ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്ന പോലെ നിങ്ങൾ പറയാമെന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട്ലി എൻ്റെ ഈ ഒരു ഫോണില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വീഡിയോയിലുള്ളത് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾക്ക് മണ്ടത്തിന് മനസ്സിലാവുമായിരിക്കും. നമ്മുടെ ആ ഒരു സ്കൈയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സാച്ചുറേറ്റഡും നല്ല രീതിയിലുള്ള ആംബിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ഇവിടെയോ ചെറിയ, അതായത് നമ്മൾ ആ ഒരു എഡ്ജസ് നോക്കുകയാണെങ്കിൽ ഷാർപ്പനിങ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ഫോട്ടോയിൽ തന്നെ എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ഒരു സ്കൈയും ബിൽഡിങ്ങും ആയിട്ടുള്ള തമ്മിലുള്ള ആ ഒരു ഒരു ഷാർപ്പനിങ് അത് ചെറിയൊരു കുറവായിട്ട് അതൊന്ന് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. അതർവൈസ് നോ ഇഷ്യൂസ്, നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഫോണ് ചൈനീസ് വേരിയൻ്റാണ്. അതായത് ഇതിൻ്റെ അകത്ത് റൺ ആവുന്നത് കളർ വോയിസ് ആണ്, ഓക്സിജൻ വോയിസ് അല്ല. അപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അത് നമ്മൾ ഫോട്ടോസ് അത് അതിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെ ഇരിക്കും, അതായത് ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഓക്സിജൻ വോയിസിലും കളർ വോയിസിലും ഈ ഒരു ഫോട്ടോ നമുക്ക് എടുത്തതിന് ശേഷം പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിൻ്റെ സ്പീഡും പ്രോസസ്സിങ് ക്വാളിറ്റിയും വ്യത്യാസമായിരിക്കും. സോ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓരോ ഉറപ്പും പറയാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇതിൽ അവർ 150 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഫോട്ടോ മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കുമായിരിക്കും. നമ്മുടെ പ്രൈമറിയിൽ എടുത്തതും 150 ഡിഗ്രിയിൽ എടുത്തതും നല്ല വ്യത്യാസമുണ്ട്. അതൊരു പുതിയ ഫീച്ചറാണ്. നമ്മുടെ iQOO 9 Proയിലൊക്കെ വന്നതിന് ശേഷം ഇവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫീച്ചർ. ആൻഡ് ഇത് കൊള്ളാമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ഫിഷ് ഐ രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ല ഫോട്ടോസ് തന്നെയാണ്. നിങ്ങൾക്ക് ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലോഗോയൊക്കെ, അതായത് നമ്മുടെ ഫേസ് ഇട്ട് ലോഗോ ഒക്കെ എടുക്കണമെങ്കിൽ ഇത് കുറച്ച് ഉപകാരമായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ 150 ഡിഗ്രി ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ക്യാമറ റിവ്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മാക്രോ ഷൂട്ടും കൂടെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. OnePlusൻ്റെ മാക്രോ ഷൂട്ട്സ് ഒന്നും പറയണ്ടല്ലോ, അത്രയ്ക്ക് അടിപൊളി തന്നെയാണ്. ഇതിലെടുത്ത ചെറിയ മാക്രോ ഷോട്ട്സും അതോടൊപ്പം നാച്ചുറലുള്ള എടുത്ത ഫോട്ടോസൊക്കെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഇമേജസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പോരായ്മയായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്കൈയും ബിൽഡിങ്സും ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ ആ ഒരു സ്കൈയും അതോടൊപ്പം നമ്മുടെ ആ ഒരു തെങ്ങുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. ആ ഒരു ചെറിയൊരു ഷാർപ്പനിങ് ആണ് ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ കേസിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫി വലിയ കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ
വേണമെങ്കിൽ തന്നെ പറയാം. വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ സൺലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സൺലൈറ്റ് അല്ല, അത് ജസ്റ്റ് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ട്യൂബ് ലൈറ്റിൽ നിന്ന് വരുന്നതാണ്. ആൻഡ് കുറച്ച് മുമ്പ് ചെറിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ചെറിയ ഡിസ്റ്റർബിങ് ആയിട്ടുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുള്ളൂ. സോറി, അതുകൊണ്ട് ക്ഷമിക്കുക. ആൻഡ് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ മോഷനിൽ സൂമിങ് ലഭിക്കുന്നുണ്ട്. സോ അതെനിക്ക് ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചറായിട്ട് തോന്നി. കാരണം മറ്റുള്ള OnePlus സ്മാർട്ട് ഫോൺസ് ആവട്ടെ, ഇത് സ്മാർട്ട് ഫോണിൻ്റെ അകത്തായാലും സ്ലോ മോഷൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സൂമിങ് ലഭിക്കുന്നില്ല, ബട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു സൂമിങ്ങിൻ്റെ അകത്ത് എടുത്ത സ്ലോ മോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് അത് കാണിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാവില്ല. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്യാമറ റിവ്യൂ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഫോൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വളരെ ഷോർട്ടായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ആൻഡ് എൻ്റെ മൈക്ക് പുതിയതാണ്, അതുകൊണ്ടാണ് എൻ്റെ വോയിസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെറിയ ഇഷ്യൂസ് തോന്നുന്നത്. അതുപോലെ എൻ്റെ PC തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. സോ അതിൻ്റെ അകത്ത് നിന്ന് വരുന്ന ആ ഒരു ഫാൻ കൂളിങ്ങിൽ നിന്നുള്ള സൗണ്ട് വരുന്നുണ്ട്, പിന്നെ പട്ടി കുരയ്ക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാടധികം അനോയിങ് സൗണ്ട് വരുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.